ത്തോടെ ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ ഉദ്ഘാടന കർമ്മത്തോടുകൂടി നമ്മുടെ പ്രൗഢമായ നേതൃനിര സംബന്ധിക്കുന്ന നമ്മുടെ വേദിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അഭിവന്യരായ സമകാലിക ഖുർആൻ പ്രഭാഷകരിൽ ഏറെ ശ്രദ്ധേയനായ ഉസ്താദ് ഷാജഹാൻ റഹ്മാനി കമ്പളക്കാട് പ്രോജ്വലമായൊരു വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി നമ്മുടെ നേതൃനിര ഈ സദസ്സിലേക്ക് കടന്നു വരുന്നത് വരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്ന ധർമ്മം മാത്രമാണ്, കർത്തവ്യം മാത്രമാണ് ഈ വിനീതനിൽ അർപ്പിതമായിട്ടുള്ളത്. ബദരിയ ശരീഅത്ത് കോളേജ് കുറ്റാളൂരിൽ കഴിഞ്ഞ 7 വർഷം കാലമായി പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ ജൂനിയർ കോളേജുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ സ്ഥാപനമായി തുടക്കം കുറിച്ച് വളർന്ന് പന്തലിച്ച് അതിമഹത്തായ ഒരു സ്ഥാപനമായി ഇന്ന് മാറിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന മത ഭൗതിക സമുന്നയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു ഇടം നേടാൻ ബദരിയ ശരീഅത്ത് കോളേജിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ദ്വിദിന മതപ്രഭാഷണത്തിന് വേണ്ടി ഇവിടെ സമ്മേളിച്ച ഈ പുരുഷാരവും അതുപോലെ തന്നെ സഹോദരിമാരും സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം 1400 വർഷങ്ങൾക്ക് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകരായി കടന്നു വന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് വിട പറഞ്ഞതോടുകൂടി ഈ വിശുദ്ധമായ ദീനിൻ്റെ തൗഹീദ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുക എന്ന ദൗത്യം പണ്ഡിതന്മാരെ ഏൽപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറഞ്ഞു പോയത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയ, പ്രവാചകന്മാർ എൻ്റെ അനന്തരാവകാശികളാണ്. ഉമ്മത്തിനെ ഖിയാമത്ത് നാൾ വരെ നയിക്കേണ്ടത്, അന്ത്യനാൾ അടുക്കുന്നത് വരെ ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ടത് പണ്ഡിതന്മാരാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൽ വിശുദ്ധമായ തൗഹീദും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ശരീഅത്തും യാതൊരുവിധ മാറ്റങ്ങൾക്കും വിധേയമാകാതെ തനതായ പരിശുദ്ധ ദീൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ലോകത്തിൻ്റെ അഷ്ടഭാഗങ്ങളിലും പ്രബോധനം ചെയ്യുക എന്ന ദൗത്യം പണ്ഡിത സമൂഹത്തിൻ്റെ ദൗത്യമാണ് എന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ ദൗത്യ നിർവഹണത്തിന് പറ്റുന്ന പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുക എന്നത് സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ്, ഒരു കടമയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മറ്റേത് കാര്യങ്ങളെക്കാളും കൂടുതൽ വിശുദ്ധ ദീൻ അവൻ കാര്യമാത്ര പ്രസക്തമായിട്ടെടുക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗധേയമാണെങ്കിൽ അവനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവും അവൻ്റെ പരിശുദ്ധ പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണെങ്കിൽ ആ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ച വിശുദ്ധ ദീനിൻ്റെ ഈ തനതായ മാർഗത്തിനൊരു പോറലുമേൽക്കാതെ അന്ത്യനാൾ വരെ നിലനിർത്തുന്നതിന് വേണ്ടി അതാത് കാലഘട്ടത്തിന് യോജിച്ച പണ്ഡിത സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നത് കാലഘട്ടത്തിലെ സമുദായത്തിൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ആയിരക്കണക്കിന് പള്ളി ദർസുകളും ആയിരക്കണക്കിന് അറബിക് കോളേജുകളും ഇന്നും നിലനിന്ന് പോരുന്നത് എന്ന് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. സമുദായം കോടാനക്കോടി രൂപയാണ്. സമുദായം അവരുടെ സമ്പത്തിൻ്റെ മഹാഭൂരിഭാഗം വരുന്ന സമ്പത്തിൻ്റെ ഓഹരിയാണ് ഈ പരിശുദ്ധരായ സ്ഥാപനങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള താല്പര്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാനും നമ്മുടെ ഈ കാലഘട്ടത്തോടുകൂടി പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ ഈ ശോഭ അണഞ്ഞു പോകാതെ പിൻതലമുറയിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരക്കിടാങ്ങൾക്കും ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പകർന്നു നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നതുമാണ്. ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പള്ളി ദർസുകളും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അറബിക് കോളേജുകളും കേരളത്തിൽ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ആദ്യമായി ബിരുദം നൽകപ്പെട്ട സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ്.
അതിൻ്റെ രൂപീകരണ കാലഘട്ടവും അത് ഉണ്ടാക്കിയെടുക്കുവാനുള്ള പശ്ചാത്തലവും നമ്മൾ ചിന്തിച്ചാൽ, അള്ളാഹുവിൻ്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധരായ സ്വഹാബത്തുമായി മുഹാജിറുകളുമായി മദീനയിലേക്ക് കടന്നു ചെന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് അവിടെ മസ്ജിദുൽ ഖുബാ നിർമ്മിച്ചു. ആ ഖുബാഇനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞതാണ് ഉസ്സിസ അല തഖ്വ, ഇത് തഖ്വയുടെ മേൽ അസ്തിവാരമിട്ട പള്ളിയാണ്. അതേപോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ബിരുദം നൽകപ്പെടുന്ന സ്ഥാപനങ്ങളില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, പാണക്കാട്ടെ PMSA പൂക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ അടക്കമുള്ള മഹത്തുക്കളായൊരു നേതൃനിര കേരളത്തിലെ പണ്ഡിത വിദ്യാർത്ഥികൾക്ക് ബിരുദദാനം നൽകപ്പെടുന്നൊരു സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കുകയും പട്ടിക്കാടുള്ള കൊടുവായിക്കൽ ബാപ്പു ഹാജി എന്ന ഉദാരമനസ്കനായൊരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കറാച്ചിയിൽ പോയിക്കൊണ്ട്, പാകിസ്ഥാനിലെ കറാച്ചിയിൽ പോയിക്കൊണ്ട് സമ്പാദിച്ചെടുത്ത മുഴുവൻ സമ്പാദ്യങ്ങളും ജാമിയ നൂരിയ അറബിക് കോളേജിന് വേണ്ടി സംഭാവന നൽകിയപ്പോൾ ആ മഹാമനുഷ്യയുടെ ഉദാരമനസ്കനായ ആ മനുഷ്യന്റെ ഉദാരതയിൽ നിന്നും അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനിന് വേണ്ടി ലഭിച്ച ആ ഭൂപ്രദേശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വം അവിടെ മനോഹരമായൊരു കലാലയത്തിന് സ്ഥാപനം കുറിക്കുകയുണ്ടായി, തുടക്കം കുറിക്കുകയുണ്ടായി. ആ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ്. ഇന്ന് 5000-ൽ വരുന്ന ഫൈലി ബിരുദധാരികൾ സമൂഹത്തിൻ്റെ, വിശിഷ്യ സമുദായത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരും അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃപദവിയിൽ ഇന്നതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്നത് കുമരമ്പത്തൂർ AP മുഹമ്മദ് മുസ്ലിയാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആ മഹാനുഭാവൻ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ സന്തതിയാണ്, ഒരു ഫൈലിയാണ്. അതേപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്നത്, മുഖ്യ കാര്യദർശി പദം അലങ്കരിക്കുന്നത് അഭിമന്യരായ ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരാണ്. ബഹുമാനപ്പെട്ടവർ ഇന്നും ജാമിയ നൂരിയയിലെ പ്രിൻസിപ്പളും അതോടൊപ്പം ഒരു ഫൈലി ബിരുദധാരിയുമാണ്. ഈ തരത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃപദത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്ന പണ്ഡിത സമൂഹത്തെ ഈ കൊച്ചു കേരളത്തിന് സമർപ്പിക്കാൻ സാധിച്ച പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ്, ആ കോളേജിന്റെ ഏകദേശം 5-8 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ആ പരിശുദ്ധമായ സ്ഥാപനത്തിലേക്ക് മതവിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി കുട്ടികൾ കടന്നു വരുന്നത് കുറഞ്ഞു പോയപ്പോൾ എന്തു ചെയ്യണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചർച്ച ചെയ്യുകയും ആലിമീങ്ങൾ ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിമന്യരായ നമ്മുടെ നാടിൻ്റെ ശോഭയായിരുന്ന, നമ്മുടെ നാടിൻ്റെ പ്രതീക്ഷയായിരുന്ന, നമ്മുടെ നാടിൻ്റെ ആവേശമായിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറ മെമ്പറായി നമ്മുടെ നാടിന് അഭിമാനമായി മാറിയ പണ്ഡിത കേരളത്തിൻ്റെ നിസ്തുല്യമായ വ്യത്യസ്തം ഉസ്താദ് PP മുഹമ്മദ് ഫൈലി മഹാനുഭാവന്റെ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതായിരുന്നു ജാമിയ അറബിക് കോളേജിലേക്ക്, ജാമിയ നൂരിയ അറബിക് കോളേജിലേക്ക് അവിടുത്തെ പണ്ഡിത വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സിലബസ് പ്രകാരം ജാമിയയുടെ ജൂനിയർ കോളേജുകളായി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുക എന്നത്. ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ട PP ഉസ്താദ് ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഒന്നാമത്തെ സ്ഥാപനം കുറ്റാളൂരിലെ ബദരിയ നഗറിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയുടെ സമീപത്ത് ബഹുമാനപ്പെട്ട PP മുഹമ്മദ് ഫൈസി, ബഹുമാനപ്പെട്ട PP ഉസ്താദ് നേതൃത്വം നൽകുന്ന സ്ഥാപനം തന്നെയാവട്ടെ എന്ന് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അതിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന PP ഉസ്താദ് ജാമിയ ജൂനിയർ അറബിക് കോളേജുകളുടെ പ്രഥമ സ്ഥാപനമായി, ഒന്നാമത്തെ സ്ഥാപനമായി ബദരിയ ശരീഅത്ത് കോളേജിനെ മാറ്റുകയായിരുന്നു. കഴിഞ്ഞ 7 വർഷക്കാലം വളരെ ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങി, 30 കുട്ടികളുമായി നമ്മൾ തുടങ്ങി. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 180ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ വിശാലതയിലേക്ക് നമ്മുടെ സ്ഥാപനം വളർന്നു വരികയാണ്. 1-2 റൂമുകളിലും പള്ളിയുടെ മുകൾ നിലയിലും വെച്ച് തുടക്കം കുറിച്ച ഈ സ്ഥാപനം ഇന്ന് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് 4 നിലകളിലായി മനോഹരമായ ബിൽഡിംഗ് സംവിധാനം പൂർത്തീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ ഏതാനും ചില പദ്ധതികൾ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിതൊക്കെ പറയുന്നത് ഈ മഹത്തായ സ്ഥാപനം നമ്മുടെ ഈ നാടുകളിൽ നിലനിൽക്കുക എന്നത് പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കാൻ വിശാല മനസ്കരായ മുഅ്മിനീങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. കൊച്ചു കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഈ അനുഗ്രഹത്തിന്റെ പിന്നിലുള്ള ചേതോവികാരം തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ഈ സഹായം
കേരളീയ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുവാനുള്ള കാരണം നമ്മൾ പള്ളി ദർസുകളെ സ്നേഹിച്ചതാണ്, നമ്മൾ മദ്രസകളെ സ്നേഹിച്ചതാണ്, നമ്മൾ പള്ളികളെ സ്നേഹിച്ചതാണ്. ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന രീതിയിൽ കേരളീയ മുസ്ലിം സമൂഹത്തിന് പീഡനങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ഒരു ശത്രുവിന്റെ പരാജയത്തെയോ ശത്രുവിന്റെ ആക്രമണത്തെയോ പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കേരളീയ മുസ്ലിമീങ്ങൾക്ക് നൽകുവാനുള്ള കാരണം എന്താണ്? നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടത് ഉത്തരേന്ത്യയിൽ എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിന് പുറത്ത് അറേബ്യൻ രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാത്ത രീതിയിൽ സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കാൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ സാമ്പത്തികമായി നമ്മൾ അഭിവൃദ്ധിയിലാണ്, സാംസ്കാരികമായി നമ്മൾ അഭിവൃദ്ധിയിലാണ്, സാമൂഹികമായി നമ്മൾ ഉന്നതിയിലാണ്, വിദ്യാഭ്യാസപരമായി നമ്മെ കവച്ചുവെക്കാൻ ഇന്ത്യ രാജ്യത്തൊരു സംസ്ഥാനത്തും കഴിയാത്ത രീതിയിൽ ഉന്നതമായ പുരോഗതി നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ നാടുകളിലെ മുസ്ലിം സമൂഹത്തിലേക്ക് നേടിയെടുക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിഞ്ഞു തന്നതുകൊണ്ടാണ്. ഈ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനുള്ള കാരണം ലോകത്തിന്റെ അഷ്ടഭാഗങ്ങളിലും ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി മുഅ്മിനീങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്ത്, മുസ്ലിമീങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം, മുസ്ലിമീങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സംഘബോധം, മുസ്ലിമീങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ശാരീരികവും മാനസികവുമായ അവരുടെ വിഭവങ്ങൾ ഈ സമുദായം ഇവിടുത്തെ പരിശുദ്ധ ഇസ്ലാമിക ദൈനീ ദഅവ പ്രവർത്തന മേഖലയിൽ ചെലവഴിക്കാൻ സന്നദ്ധനായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തരികയായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി, ഇസ്ലാമിക സംവിധാനങ്ങളോട് താല്പര്യമില്ലാത്തൊരു ജനത കടന്നു വന്നു. ഒരുപക്ഷെ ഈ പുരുഷാരം അല്ലെങ്കിൽ ഈ സ്ത്രീ സമൂഹം ഇവിടെ കടന്നു വന്നാലും ആത്യന്തികമായി പരിശുദ്ധ ദീനിന്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല മുസ്ലിമായി ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് മുസ്ലിമീങ്ങൾ കുറവായി പോകുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ആരാണ് ഒരു മുസ്ലിം എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വ്യക്തിത്വങ്ങൾ ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടം. മുസ്ലിമിന്റെ സ്വഭാവങ്ങൾ ഒരുപക്ഷെ വേഷത്തിലുണ്ടാകാം, അല്ലെങ്കിൽ അവന്റെ രൂപഭാവങ്ങളിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിലുണ്ടാകാം. പിതാവിന്റെ പേര് ചോദിച്ചാലോ, കുടുംബത്തിന്റെ പേര് ചോദിച്ചാലോ, നാടിന്റെ പേര് ചോദിച്ചാലോ, അവൻ വഹിക്കുന്ന സ്ഥാനത്തിന്റെ പേര് ചോദിച്ചാലോ ഒരുപക്ഷെ അവൻ ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃനിരയിലുള്ള ആളായിരിക്കാം. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ, അല്ലാഹുവിന്റെ വിരോധനങ്ങൾ അത് ജീവിതത്തിൽ പകർത്താനും പുലർത്താനും സാധ്യമല്ലാത്ത രീതിയിൽ കാലഘട്ടം പിന്നോട്ട് പോയപ്പോൾ, കാലഘട്ടം ഒരുപാട് വഴിമാറി സഞ്ചരിച്ചപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു നല്ല മുസ്ലിമിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ നാടുകളിൽ സംജാതമായി കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അറബി പണത്തിന്റെ ഹുങ്കുകൊണ്ടും അറബി പൊന്നുകൊണ്ടുമാണ് നമ്മൾ അഹങ്കരിച്ചിരുന്നത് എങ്കിൽ സൗദിയിൽ നിതാഖാത്തിന്റെ ഭാഗമായി കൊണ്ട് സ്വദേശിവൽക്കരണം കടന്നു വന്നപ്പോൾ എത്രയെത്ര മുസ്ലിം കുടുംബങ്ങളാണ്, പാവപ്പെട്ട മലബാറിലെ മലപ്പുറത്തിന്റെ മക്കളാണ് കണ്ണീരൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടുകൂടെ തന്നെ ഇപ്പോൾ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് മൊബൈൽ സംവിധാനങ്ങളടക്കം, മൊബൈൽ ഷോപ്പുകളടക്കം നമ്മുടെ സൗദി അറേബ്യയിൽ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി കൊണ്ട് മാറ്റപ്പെട്ടപ്പോൾ ഒരുപാട് സഹോദരങ്ങൾ ഇപ്പോഴും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ വിവിധങ്ങളായ പ്രയാസങ്ങൾ മുസ്ലിം സമൂഹം, മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു ഭാഗത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് വിവിധങ്ങളായ രീതിയിൽ രാജ്യത്ത് അധികാരത്തിലേറിയ ഫാസിസ്റ്റ് ശക്തികൾ ഇസ്ലാമിക സമൂഹത്തിനെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ ഏക സിവിൽ കോഡ് അടക്കമുള്ള മുത്തലാഖ് പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു രീതി മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നു. പശുവിറച്ച് കഴിച്ചതിന്റെ പേരിൽ മുസൽമാനായ ഒരു മനുഷ്യനെ നടുറോട്ടിൽ വെച്ചുകൊണ്ട് വളരെ ദാരുണമായ രീതിയിൽ അടിച്ചുകൊല്ലാൻ മാത്രം മുസ്ലിം സമൂഹം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം കടന്നു പോകുമ്പോൾ ഇവിടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് പൂർവ്വകാലത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് നമ്മൾ നൽകിയ പ്രാധാന്യം, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് നമ്മൾ നൽകിയ ഗൗരവം അത് നമ്മൾ ഇല്ലാതെയാക്കിയാൽ ഏത് സമയവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായങ്ങൾ എടുത്തു കളഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ ബദരിയ ശരീഅത്ത് കോളേജ് പോലെ അല്ലാഹുവിന്റെ ദീനീ ദഅവ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിലേക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി, പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി, പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, വിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ തനതായ അഖീദയുടെ മാർഗം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനത്തെയും ആ ആദർശ പ്രസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പള്ളി ദർസുകളെയും അതുപോലെ തന്നെ അറബി കോളേജുകളെയും അതുപോലെ തന്നെ മദ്രസകളെയും അതിനെ വേണ്ട വിധം സഹായിക്കലും അതിന് വേണ്ട വിധം അതിനുവേണ്ടി രംഗത്തിറങ്ങലും മുസ്ലിം സമൂഹം ഒരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നേറേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ നേതൃത്വങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ഞാൻ എൻ്റെ ആമുഖ ഭാഷണം നിർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, വിശിഷ്യ മുഅ്മിനാത്തുകൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ പ്രദേശത്ത് ഈ മനോഹരമായ സ്ഥാപനം ഉസ്താദ് പി മുഹമ്മദ് ഫൈലി തുടക്കം കുറിക്കുമ്പോൾ ഒരു മൂലധനവും കയ്യിലില്ലാതെയാണ് തുടക്കം കുറിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഒരു വിധി എന്നോണം
ബഹുമാനപ്പെട്ട ശൈഖുന പി മുഹമ്മദ് ഫൈൽ ഇടക്കാലത്ത് അപ്രത്യക്ഷമായി പെട്ടെന്ന് നമ്മോട് വിട പറഞ്ഞു പോവുകയുണ്ടായി. ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകമായ സമയത്ത് എല്ലാവരും സ്തംഭിതരായി പോയ സന്ദർഭം. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടതിന്റെ മാനേജിംഗ് കമ്മിറ്റി വളരെ ആത്മാർത്ഥമായി ധൈര്യത്തോടെ മുന്നോട്ട് വന്നുകൊണ്ട് ഈ സ്ഥാപനം ഏറ്റെടുത്ത് പി മുഹമ്മദ് ഫൈൽ ഉദ്ദേശിച്ചതെന്തോ ഹൈദരലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും ഉദ്ദേശിച്ചതെന്തോ ആ ഉദ്ദേശത്തിലേക്ക് എത്തുന്നത് വരെ എന്ത് പ്രതിസന്ധി തരണം ചെയ്തും ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ തീരുമാനിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഭാരമായ തൗഫീഖ് എന്ന് പറയട്ടെ, ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള പുരുഷാരത്തിന്റെയും ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരിമാരുടെയും നിസ്സീമമായ സഹകരണം കൊണ്ട് അവരുടെ സഹായം കൊണ്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനത്തെ കൊണ്ടുപോകുവാൻ ഈ കുറഞ്ഞ കാലത്തിനിടയിൽ നമുക്ക് സാധിക്കുകയുണ്ടായി. ഈ സ്ഥാപനത്തിന് വേണ്ടി ഉദാരമായി സംഭാവന ചെയ്യുന്നവർ വിശുദ്ധ റമദാനിൽ ഈ സ്ഥാപനത്തിന്റെ പിരിവുമായി ബന്ധപ്പെട്ട് ഓരോ പ്രദേശങ്ങളിലും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 10,000 തരുന്നവർ, ലക്ഷങ്ങൾ തരുന്നവർ, 50,000 തരുന്നവർ, 25,000 തരുന്നവർ, അതുപോലെ നമ്മുടെ സഹോദരിമാർ വീട്ടിലെന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, വീട്ടിലെന്തെങ്കിലും ആചാരങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉമ്മയുടെയും ഉപ്പയുടെയും ആണ്ടൃതികൾ കടന്നു വരുമ്പോൾ ഈ മുതഅല്ലിമീങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളിൽ തന്റെ മരണപ്പെട്ടു പോയ പിതാവിനെ സാന്നിധ്യം അറിയിക്കണം, തന്റെ പിതാവിന് വേണ്ടി ദുആ ചെയ്യണം. ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളിൽ മരണപ്പെട്ടു പോയ തന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നാഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ മുഅ്മിനീങ്ങൾ ഒരുപാട് ആളുകളാണ് അരിവായിട്ടും മറ്റു വിഭവങ്ങളായിട്ടും നമ്മുടെ സ്ഥാപനത്തിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിന്റെ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ടുള്ള ഗമനത്തിൽ ഒരുപാട് സഹോദരങ്ങൾ പലപ്പോഴും കടം തന്ന് സഹകരിച്ച ആളുകളുണ്ട്. ഒരുപാട് ഭീമമായ സംഖ്യകൾ കടം തന്നുകൊണ്ട്, കടന്നാണെങ്കിലും ചില സമയത്ത് ലഭ്യമാകുന്ന അതിന്റെ സഹായം പലപ്പോഴും നമുക്കറിയാവുന്നതാണ്. അങ്ങനെ കടം തന്നുകൊണ്ട് മനോഹരമായ അതിന്റെ ആ ബിൽഡിങ്ങിന്റെ 4ാമത്തെ നില ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ട് ഇനി പുതിയ ഒരു ബിൽഡിംഗ് പ്ലാനുമായിട്ട് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും പുരോഗതിക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയാണ്. ബദറിന്റെ ചരിത്രം പറയുന്നവരാണ് നമ്മൾ, ഉഹദിന്റെ ചരിത്രം പറയുന്നവരാണ് നമ്മൾ, ഖന്തക്കിന്റെയും ഖൈബറിന്റെയും ചരിത്രം പറയാൻ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ ആലോചിക്കണം, ബദറിന്റെ ചരിത്രം പറയുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബ പരിശുദ്ധ റമളാനിന്റെ 17ാമത്തെ രാവിൽ, റമളാൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ നോമ്പ് നിർബന്ധമുള്ളൊരു മാസമാണ്. ആദ്യമായിട്ട് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട വർഷത്തിലാണ് ആ പരിശുദ്ധമായ റമളാനിന്റെ 17ാമത്തെ സുദിനം മരുഭൂമി താണ്ടിക്കൊണ്ട് യാത്ര ചെയ്ത് ബദറിന്റെ രണാങ്കണത്തിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അതുവരെ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള നീക്കമാണ് പ്രിയപ്പെട്ട സഹാബ നിങ്ങൾ നടത്തുന്നത് എന്ന് സഹാബത്തിനോട് പറഞ്ഞിട്ടില്ല. നഗ്നപാതരായിക്കൊണ്ട് കയ്യിലായുധങ്ങളില്ലാതെ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ സഹാബ കടന്നു പോകുമ്പോൾ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയെത്തുകയാണ്. നിങ്ങൾ ശത്രു സൈന്യത്തോട് പടപൊരുതാൻ നിർബന്ധിതരായിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. മാത്രമല്ല നിങ്ങൾ അക്രമികളായതുകൊണ്ട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യുവാനുള്ള സമ്മതം നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ ആഹ്വാനം വന്നപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ സ്വന്തം ശരീരവും സ്വന്തം ജീവനും വിശുദ്ധമായ ദീനിന് വേണ്ടി സമർപ്പിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ബദരീങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പ്രവർത്തിക്കാം, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നിരിക്കുന്നു. കഴിഞ്ഞുപോയ പാപങ്ങളെ കുറിച്ചല്ല അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചത് വരാനിരിക്കുന്ന നിങ്ങളുടെ പാപങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ പാതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയിരിക്കുന്നു. ഇത്രമാത്രം പരിശുദ്ധ ദീനിന് വേണ്ടി അവരുടെ സമ്പത്ത് മാത്രമല്ല, അവരുടെ ശരീരം മാത്രമല്ല, അവരുടെ ജീവൻ കൊടുക്കാൻ തയ്യാറായ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗീയ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി എങ്കിൽ ആ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് 120 അല്ലെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വർഗത്തിലേക്കുള്ള എന്ത് വിഭവമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും പലതിന്റെയും പേരിൽ നമ്മൾ പരസ്പരം പോരടിക്കുന്നു, പരസ്പരം തമ്മിലടിക്കുന്നു, പരസ്പരം നമ്മൾ കലഹിക്കുന്നു. മാത്രമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഇൽമ് നുകരേണ്ടത് ഇവിടെ നിന്നാണ്, ആ ഇൽമിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഒരുപാട് സഹോദരിമാരും ഉമ്മമാരും പങ്കെടുത്തൊരു സദസ്സ് നിലക്ക് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഏതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലെ ഉലൂം എന്നാൽ അത് ഇവിടെ നിന്ന് നേടേണ്ടതാണ്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബ, ആ സഹാബിമാർ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നേടിയത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വാമൊഴിയായിട്ടാണ്. മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ ഹബീബ് നടത്തിയിരുന്ന സുഫത്തിന്റെ അഹ്ലുകാരുടെ ഒരു പള്ളി ദർസ്, ആ പള്ളി ദർസിലെ ഒന്നാമത്തെ വിദ്യാർത്ഥി, ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മദീന പള്ളിയുടെ ചുറ്റുവട്ടത്തിരുന്നു കൊണ്ട് പരിശുദ്ധ പ്രവാചകർ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും അവിടുത്തെ ചുണ്ടുകളിൽ നിന്നും നാവുകളിൽ നിന്നും മുതിർന്നു വരുന്ന വിശുദ്ധമായ ദീനിന്റെ മന്ത്രധ്വനികൾ ഇരുചെവികളിലൂടെ ആവാഹിച്ചെടുത്തുകൊണ്ട് ഹൃദയങ്ങളിൽ ഹൃദ്യസ്ഥമാക്കി അത് പരിശുദ്ധ ലോകത്തിന് സമർപ്പിച്ച, പരിശുദ്ധ ഇസ്ലാമിന് സമർപ്പിച്ച പ്രിയപ്പെട്ട സ്വഹാബ, ആ സഹാബിമാരുടെ ചരിത്രം നമ്മൾ പരതുമ്പോൾ നമ്മൾ ഓർക്കണം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ദൈവികമായ സന്ദേശങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ അവതരിപ്പിക്കപ്പെട്ട ദൈവിക സന്ദേശങ്ങൾ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ പ്രിയപ്പെട്ട സഹാബത്ത് ഏറ്റെടുക്കുകയും സഹാബത്ത് പിൻതലമുറയിലേക്ക് അത് പകർന്നു നൽകുകയും ആ സഹാബത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ പരിശുദ്ധ ദീനിന്റെ വക്താക്കൾ തൊട്ടടുത്ത സമുദായത്തിനും തൊട്ടടുത്ത ജനതക്കും അത് പകർന്നു നൽകുകയും ചെയ്തപ്പോഴാണ് ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ ഇത് നമ്മൾ ഈ കാണുന്ന ഈ മനോഹരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഉമ്മത്തിന്റെ വർത്തമാനകാല ഉമ്മത്തിന്റെ ദൗത്യമാണ് ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ഒരളവ് വ്യതിചലിക്കാതെ ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുക എന്നത്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിക്കൊണ്ട് ഒരിക്കലും തന്നെ ഒരു നല്ല മുസ്ലിമായി നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. ഒരു കാലത്ത് ഈ പള്ളി ദർസുകളും അറബി കോളേജുകളും മദ്രസകളും നിലനിന്നത് നമുക്കറിയാം. കേവലം ഉച്ചയിൽ ഭക്ഷണം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ, ചോറ് കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ കഞ്ഞിവെള്ളത്തിൽ ബറ്റിട്ടുകൊണ്ട് കഴിച്ചിരുന്ന ഒരു ജനതയായിരുന്നു നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ. അതൊന്നും അറിയാത്തവരാരും ഇന്ന് ഈ സദസ്സിലില്ല. ആ ചെറിയ പിഞ്ചോമന മക്കളെ മാറ്റി നിർത്തിയാൽ യൗവനം തുളുമ്പി നിൽക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണത്. ഇന്നലകളിൽ നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ വെള്ളിയാഴ്ച മാത്രം ചോറ് ഭക്ഷിച്ചവരായിരുന്നു, വെള്ളിയാഴ്ച മാത്രം മാംസം കഴിച്ചവരായിരുന്നു. തിന്മേശയ്ക്ക് മുമ്പിൽ 3-4 ബിരിയാണികൾ വിളമ്പി വെച്ചിട്ട് ഏത് കഴിക്കണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഉമ്മത്ത് പരിവർത്തനം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഉമ്മത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ കൈവടിയാൻ പാടില്ല, ഉമ്മത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ മാറ്റി നിർത്താൻ പാടില്ല, ഉമ്മത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ മോശമായി കാണാൻ പാടില്ല. ഞാനൊരു മുസൽമാനാണ് എന്ന് ആത്മാഭിമാനത്തോടുകൂടി തന്റെ ഇടത്തോടുകൂടി പറയാനുള്ള സന്ദർഭമായി ഉമ്മത്ത് ഈ സാഹചര്യത്തെ, അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള അനുകൂലമായ സാഹചര്യത്തെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ആളെ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് ഈ പ്രപഞ്ചത്തിൽ? അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ പ്രബോധനം ചെയ്യുന്നതിനേക്കാൾ മനോഹരമായ മഹത്തരമായ വാക്ക് പറഞ്ഞവൻ ആരാണ്? വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞവനേക്കാൾ മനോഹരമായ വാക്കാരാണ് പറയുന്നത്? അതിനേക്കാൾ മനോഹരമായ ഒരു വാക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. വിശ്വാസി ഉയർത്തിപ്പിടിക്കേണ്ട മുദ്രാവാക്യം ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഒന്നാമതായി ഒരു മുഅ്മിനും ഉയർത്തിക്കാട്ടേണ്ട മുദ്രാവാക്യം ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമത്താണ്, എന്റെ ഈ ഇസ്ലാം, എന്റെ ഈ ഈമാൻ ആരുടെ മുമ്പിൽ ഞാൻ ആരുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും തന്നെ പണയം വെക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുസൽമാനാണെന്ന് പറയുവാനുള്ള തന്റെ ഇടവും ധൈര്യവും ആത്മാഭിമാനത്തോടുകൂടി മുസൽമാൻ ഉയർത്തിക്കാട്ടേണ്ട സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധ ദീനുമായിട്ട് നമുക്ക് എന്ത് ബന്ധമാണുള്ളത്? പുരുഷന്മാരെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനോഹരമായ ഇസ്ലാമിന്റെ താടിരോമങ്ങളെ തന്റെ ശരീരത്തിലോ തന്റെ മുഖത്തിൽ അതിനെ നിക്ഷേപിക്കുന്നതിന് നമുക്ക് പലപ്പോഴും ലജ്ജയാണ്. ഫ്രീക്കിന്റെ ഭാഗമായി നമ്മുടെ യുവാക്കൾ പല മോഡലുകളും സ്വീകരിക്കുന്നുണ്ടെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ ഭാഗമായി താടിരോമങ്ങൾ മുഖത്ത് വെക്കാൻ നമുക്ക് ലജ്ജയാണ്. ഒരു മനോഹരമായ തൊപ്പി നമ്മുടെ തലയിൽ വെക്കാൻ നമുക്ക് ലജ്ജയാണ്. സഹോദരിമാരുടെ ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറഞ്ഞ പോലെ ശരീരം മറയുന്ന, ശരീരത്തിന്റെ ഭാഗങ്ങൾ മറയുന്ന മനോഹരമായ ഡ്രസ്സ് ധരിക്കാൻ നമുക്ക് ലജ്ജയാണ്. പക്ഷേ നമ്മൾ വേഷങ്ങൾ ധരിക്കുന്നുണ്ട്, നമ്മൾ ഡ്രസ്സുകൾ ധരിക്കുന്നുണ്ട്, അതെല്ലാം മറ്റാളുകൾ നോക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഏത് സ്ഥാപനങ്ങളും ടെക്സ്റ്റൈൽസുകളും നമ്മൾ ഒരുമിച്ച് കൂടിയാൽ അവിടെ ഷോപ്പിങ്ങിന് പോകുന്ന ഒരു സഹോദരിയും ഒരിക്കലും ശരീരത്തിന്റെ ഔറത്തിന്റെ ഭാഗങ്ങൾ മറിയുന്നതിന് വേണ്ടി വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നില്ല. ആദ്യമായിട്ട് നോക്കുന്നതും ആദ്യമായി ചിന്തിക്കുന്നതും മറ്റുള്ളവൻ എൻ്റെ ഡ്രസ്സിലേക്ക് നോക്കുമ്പോൾ അവൻ എത്രമാത്രം ഇതിനെക്കുറിച്ച് പുകഴ്ത്തി പറയും, ഇതിനെക്കുറിച്ച് നന്മ പറയും, ഇതിനെക്കുറിച്ച് നല്ലത് പറയും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിമത്തും ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ ഉൾക്കാമ്പ് മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് ഈ സമയത്ത് നമ്മളിൽ ഏറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഉമ്മത്തിനെ നേരിന്റെ ദിശയിൽ നിലനിർത്താൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന വിഷയം ഈ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ പേരിൽ, ഇസ്ലാമിക സംവിധാനങ്ങളുടെ പേരിൽ പോലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ വിലക്കിയ കാര്യങ്ങൾ ചെയ്യാൻ മുസ്ലിമീങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറെ ചിന്തയോടെ നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധമായ ദീൻ എവിടെ നിന്നാണ് നമ്മൾ നുകരേണ്ടത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് അവിടുത്തെ സ്വഹാബിമാർ പരിശുദ്ധ ദീൻ പകർന്നിട്ടുള്ളത് എങ്കിൽ ആ സച്ചരിതരായവരുടെ പാതയിൽ നിന്നല്ലാതെ പരിശുദ്ധ ദീൻ സ്വീകരിക്കാൻ പാടില്ല. ഏതാണ് സച്ചരിതരുടെ പാത? പലപ്പോഴും എഴുത്തും വായനയും പഠിക്കലാണ് നമ്മൾ ഏറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്. എഴുത്തും വായനയും പഠിക്കലാണ് പരിശുദ്ധ ദീനിന്റെ പഠനമെന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ എഴുത്തും വായനയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പഠനത്തിന്റെ അവസാനത്തെ തുകയല്ല. മറിച്ച് മുസ്ലിം ഉമ്മത്ത് ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എഴുത്തറിഞ്ഞാൽ, വായന അറിഞ്ഞാൽ ആ വിദ്യാർത്ഥി മതം പഠിച്ചിട്ടുണ്ട്, മതത്തെക്കുറിച്ച് ബോധവാനാണ് എന്നാണ്. പലപ്പോഴും പരീക്ഷയിൽ മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. മദ്രസയിലോ അതല്ലെങ്കിൽ അറബി കോളേജുകളിലോ എവിടെയാവട്ടെ, നമ്മുടെ മക്കൾക്ക് റാങ്ക് കിട്ടിയാൽ, നമ്മുടെ മക്കൾക്ക് 1ാം സ്ഥാനം കിട്ടിയാൽ, നമ്മുടെ മക്കൾക്ക് ഉന്നതമായ പദവി കിട്ടിയാൽ എൻ്റെ മകൻ തിരക്കേടില്ല അല്ലെങ്കിൽ എൻ്റെ മകൾ തിരക്കേടില്ല എന്നൊരു ചിന്തയിൽ നമ്മൾ ചെന്നെത്താറുണ്ട്. പക്ഷെ ആ ചിന്ത എത്രമാത്രം ഫലപ്രദമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. സാധാരണ ഞാൻ ഉദാഹരിക്കാറുണ്ട്, സുബഹി നിസ്കാരം നിർബന്ധമാണെന്നറിയുന്ന ഒരു വിദ്യാർത്ഥിയോട് പരീക്ഷയിൽ ഒരു ചോദ്യം. എന്താണ് ആ ചോദ്യം? സുബഹി നിസ്കാരത്തിന്റെ വിധി എന്ത്? എല്ലാവരും ഞാൻ പറയുന്ന ഉദാഹരണം ശ്രദ്ധിക്കണം. കൃത്യമായി ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. എഴുത്തും വായനയുമല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിവരമെന്നാൽ എഴുത്തും വായനയുമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വിവരമെങ്കിൽ അത് ആദ്യമായി ലഭിക്കേണ്ടിയിരുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. നബി തങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത അവിടുന്ന് ഉമ്മിയാണ് എന്നതാണ്. നബി തങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ല, നിരക്ഷരനാണ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷതയാകുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ഇഖ്റയിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിലും ആ ഇഖ്റയിനോട് കൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അവസാനിക്കുന്നില്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കേവല വായനയല്ല, മറിച്ച് സൃഷ്ടിച്ച റബ്ബിന്റെ പേരിൽ വായിക്കാൻ പറ്റുന്നത്, ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങാൻ പറ്റുന്നതേ വായിക്കാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സമാധാനിക്കാറുള്ളത് നമ്മുടെ മക്കൾക്ക് എഴുത്തും വായനയും അറിയുമെന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഈ മകൻ എഴുത്ത് പഠിക്കുന്നത്? എവിടെ നിന്നാണ് ഈ മകൻ വായന പഠിക്കുന്നത്? എവിടെ നിന്നാണ് ഈ മകൻ ദീൻ പഠിക്കുന്നത്? അത് നമുക്ക് വിഷയമല്ല. നമ്മുടെ സൗകര്യങ്ങൾ നോക്കിക്കൊണ്ട് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൗഹൃദ മനോഭാവത്തോടു കൂടി സംസാരിക്കുകയാണ്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിരുന്നുപോക്കിന് സൗകര്യമുള്ള പ്രദേശങ്ങളും വിരുന്നുപോക്കിന് സൗകര്യമുള്ള ഇടങ്ങളും ഏത് സ്ഥാപനങ്ങളിൽ നിന്നാണ് ലഭ്യമാകുന്നത് എങ്കിൽ ആ വിരുന്നുപോക്കിന് സൗകര്യമുള്ള സ്ഥാപനങ്ങളിൽ മക്കളെ ചേർത്തുകൊണ്ട് ദീൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ നമ്മൾ ചിന്തിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സനദ് മുറിഞ്ഞു പോകാത്ത രീതിയിൽ പാരമ്പര്യം മുറ്റി നിൽക്കുന്ന പണ്ഡിത മഹത്തുക്കളിൽ നിന്നല്ലാതെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ഇൽമ നേടിയാൽ അത് പരിശുദ്ധ ദീനിന്റെ ഇൽമാണെന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ എഴുത്തും വായനക്കും അത്രമാത്രം പ്രസക്തിയില്ല. അത് ഇൽമിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗങ്ങൾ മാത്രമാണ്. ഇൽമിലേക്ക് എത്തിച്ചേരുവാനുള്ള ഈ മാർഗങ്ങളാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പരീക്ഷയിൽ റാങ്ക് ലഭിക്കുമ്പോൾ, പരീക്ഷയിൽ 1ാം സ്ഥാനം ലഭിക്കുമ്പോൾ, പരീക്ഷയിൽ ഉന്നതമായ പദവി ലഭിക്കുമ്പോൾ എൻ്റെ മകൻ വിവരമുള്ളവനാണ്, എൻ്റെ മകൾ വിവരമുള്ളവനാണ്, ഞാൻ വിവരമുള്ളവനാണ്, ഞാൻ വിവരം ഉള്ളവളാണ് എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ ഉമ്മത്ത് മാറുമ്പോൾ നിങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ ഉദാഹരിച്ചത് സുബ്ഹി നിസ്കാരത്തിന്റെ വിധി എന്ന് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ പള്ളി ദർസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മൾ ചോദിക്കാൻ സുബ്ഹി നിസ്കാരത്തിന്റെ വിധി എന്ത് എന്ന് ചോദിച്ചാൽ, പ്രായപൂർത്തിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സുബ്ഹി നിസ്കാരം നിർബന്ധമാണ്, ഫർളാണ്, വാജിബാണ് എന്നവൻ എഴുതി വെച്ചാൽ നമ്മൾ അവനിക്ക് ശരിയിടും. ബ്രാക്കറ്റിൽ 3 മാർക്കാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മൾ അവനിക്ക് 3 മാർക്ക് നൽകും. പക്ഷേ അന്നത്തെ സുബ്ഹി നിസ്കാരം അവൻ നിസ്കരിച്ചിട്ടുണ്ടാകൂല. ഇലെഴുതുന്ന സമയത്തും അവൻ സുബ്ഹി നിസ്കരിച്ചിട്ടുണ്ടാകൂല. പക്ഷേ അവൻ അതിന് ആൻസർ ചെയ്യാൻ അത് എഴുത്താണ്, അത് വിവരമല്ല, അത് ഇൽമല്ല. പരിശുദ്ധ ദീനിൽ ഇതിന് ഇൽമെന്ന് പറയില്ല. ഏതാണ് ഇൽം? നമ്മൾ ഏറെ ചിന്തിക്കണം. ഒരു ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, പരീക്ഷ പേപ്പറിൽ ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? സുബ്ഹി നിസ്കാരത്തിന്റെ ഹുക്കം എന്താണ്, വിധി എന്താണ്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു മുസ്ലിമത്തിന് സുബ്ഹി നിസ്കാരം നിർബന്ധമാണ് എന്നൊരു കുട്ടി എഴുതി വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആൻസർ പേപ്പർ നോക്കുന്ന ആരാണെങ്കിലും ശരി, അവൻ ശരിയിടുകയും ലഭ്യമാകുന്ന മാർക്ക് അതിന്റെ മാർജിനിൽ കൂട്ടിയിടുകയും ചെയ്യുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി വിവരമുള്ളവനാണ്. അന്നത്തെ സുബ്ഹി അവൻ നിസ്കരിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ നേരെ മറിച്ച് മറ്റൊരു ചിത്രം കൂടി ചേർത്ത് നോക്ക് നിങ്ങൾ. അതേ മദ്രസയിലോ അതേ
പള്ളി ദർസിലോ അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ മറ്റൊരു കുട്ടിയെ വിളിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു സുബ്ഹി നിസ്കാരത്തിന്റെ വിധി എന്താണ്? അവനിക്ക് എഴുതാൻ അറിയില്ല, അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് എഴുതാൻ അറിയാത്തവൻ ഫർളാണ് എന്ന് എഴുതാൻ അവനറിയില്ല. പക്ഷെ അക്ഷരം അറിയാത്തത് കൊണ്ട് അവൻ ഒന്നും എഴുതിയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം പേപ്പർ വാല്യുവേഷൻ നടത്തുന്ന ഒരാൾ അവന്റെ മാർജിനിൽ 0 മാർക്കാണ് അടയാളപ്പെടുത്തുക. 0 മാർക്ക് അടയാളപ്പെടുത്തിയാലും അന്നത്തെ പ്രഭാതത്തിൽ സുബ്ഹി നിസ്കാരം കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ് അവൻ വന്നിട്ടുള്ളത് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പേപ്പറിൽ അവൻ ആൻസർ ചെയ്തിട്ടില്ലെങ്കിലും അവൻ പരിശുദ്ധ ദീനിന്റെ ഉലൂമുള്ളവനാണ്, അവൻ പരിശുദ്ധ ദീനിന്റെ ഇൽമുള്ളവനാണ്. എഴുത്തിലാണ് പരിശുദ്ധ ദീനിന്റെ ഇൽമ് എന്ന് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അതുപോലെ തന്നെ മുസ്ലിമത്തുകളെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഉമ്മമാർ ഏറെ ജാഗ്രതരാകേണ്ട ഒരു വിഷയമാണിത്. വിരുന്ന് പോക്കിനുള്ള സൗകര്യത്തിന് വേണ്ടി തോന്നിയ സ്ഥാപനങ്ങളിൽ നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചേർത്താൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഉലൂമ് നമ്മുടെ മക്കൾക്ക് ലഭിക്കില്ല എന്ന് കൃത്യമായി പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഏതാണ് പരിശുദ്ധ ദീനിന്റെ ഇൽമ്? മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകമുണ്ട്. ശഖൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി ഫഔസാനി ബിതർകിൽ മുൻകറാതി വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിഅസീ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഗുരുവര്യരായ വക്കീ എന്നവരോട് ചെന്നുകൊണ്ട് പരാതി പറയുകയാണ്. ശഖൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി ഫഔസാനി ബിതർകിൽ മുൻകറാതി. വക്കീ എന്ന തന്റെ ഗുരുവര്യരോട് ചെന്നുകൊണ്ട് മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ആവലാതി പറയുന്നത് സൂഅ ഹിഫ്ളി, എൻ്റെ മനപ്പാടമാക്കുവാനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഏത് സമയത്താണ് ഇത് പറയുന്നത്? പരിശുദ്ധമായ ഖുർആൻ 7ാമത്തെ വയസ്സിൽ മനപ്പാടമാക്കിയ മഹാനാണ്. മദ്ഹബിന്റെ ഇമാമായ കർമ്മശാസ്ത്ര ശ്രേണിയിൽ നമ്മൾ അവലംബിക്കുന്ന മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ. ആ മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളാണ് വഖീ എന്ന തന്റെ ഗുരുവര്യരോട് ചെന്നുകൊണ്ട് പറയുന്നത് ശഖൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി, എൻ്റെ ഹിഫ്ലിന്റെ പവറൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പണ്ടത്തെ പോലെ മനപ്പാടമാക്കാൻ എനിക്ക് കഴിയുന്നില്ല, പണ്ടത്തെ പോലെ ദീനിന്റെ ഉലൂമ് നേടാൻ എനിക്ക് കഴിയുന്നില്ല എന്ന പരാതി പറഞ്ഞപ്പോൾ ഫഔസാനി ബിതർകിൽ മുൻകറാതി, ഗുരുവര്യർ തനിക്ക് നൽകിയ ഉപദേശം എന്താണ്? ഷാഫി ഇമാമാണ് പറയുന്നത്, ഗുരുവര്യർ തനിക്ക് നൽകിയ ഉപദേശം ഫഔസാനി ബിതർകിൽ മുൻകറാതി, നീ തിന്മകളും പാപങ്ങളും ഉപേക്ഷിക്കണം, തിന്മകളും പാപങ്ങളും ഉപേക്ഷിക്കണം. കുട്ടിയായിരുന്ന സമയത്ത് നിന്റെ മനസ്സ് നൈർമല്യമുള്ളതായിരുന്നു, നിഷ്കളങ്കമായിരുന്നു, കളങ്കമില്ലാത്തതായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ നിനക്ക് പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കാൻ എളുപ്പമുണ്ടായി. 9ാമത്തെ വയസ്സ് പ്രായമായപ്പോൾ, 9 വയസ്സ് മാത്രം പ്രായമായപ്പോൾ, മദ്രസയിലെ 4ാം തരത്തിൽ പഠിക്കുന്ന പ്രായമാണ് 9ാമത്തെ വയസ്സ്. ആ വയസ്സ് മാത്രം പ്രായമായപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥം മനപ്പാടമാക്കിയവരാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനുഭാവനാണ് വഖീ എന്ന തന്റെ ഗുരുവര്യരോട് ആവലാതി പറയുന്നത് ശഖൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി ഫഔസാനി ബിതർകിൽ മുൻകറാതി വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിഅസീ. വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ ഇൽമെന്നാൽ അത് അള്ളാഹുവിൻ്റെ നൂറാണ്, അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. പരിശുദ്ധ ദീനിൻ്റെ ഇൽമെന്നാൽ എഴുത്തും വായനയുമല്ല, പരീക്ഷയിൽ 1ാം സ്ഥാനം നേടലല്ല, പരീക്ഷയിൽ റാങ്ക് നേടലല്ല. അതെല്ലാം പരിശുദ്ധ ദീനായി മാറണമെങ്കിൽ, ദീനിൻ്റെ ഉലൂമായി മാറണമെങ്കിൽ അള്ളാഹുവിൻ്റെ നൂറായ ഇൽമ് നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടതുണ്ട്. നൂറായ ഇൽമ്, അള്ളാഹുവിൻ്റെ പ്രകാശമായ ഇൽമാണ് നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടത്. അത് ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ നിന്ന് പ്രിന്റ് ചെയ്ത മലയാളത്തിലെ പാഠപുസ്തകം കൊണ്ടുവന്നുകൊണ്ട് കൈഫിയത്ത് സ്വലാത്തിൻ്റെ പുസ്തകം കൊണ്ടുവന്ന് കുട്ടിയെ നിസ്കാരം പഠിപ്പിച്ചാൽ ആ ഇൽമ് കിട്ടൂല. കൈഫിയത്ത് സ്വലാത്തിൻ്റെ മലയാളത്തിലുള്ളൊരു പാഠപുസ്തകം, ആ പാഠപുസ്തകം കൊണ്ടുവന്നുകൊണ്ട് വിശുദ്ധ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും കുട്ടികൾക്ക് പഠിപ്പിച്ചാലും കുട്ടികൾ ഒരു പക്ഷേ മനപ്പാടമാക്കി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നേക്കാം. പക്ഷേ അത് അല്ലാഹുവിൻ്റെ നൂറായ ഇൽമാണെന്ന് പറയാൻ പറ്റൂല.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നെത്തുന്ന സനദ് മുറിഞ്ഞു പോകാത്ത ആലിമീങ്ങളിൽ നിന്നും ഗുരുവര്യന്മാരിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും ഇൽമു സ്വായത്തമാക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. ഇൽമെന്നാൽ അല്ലാഹുവിൻ്റെ നൂറാൻ. എന്നിട്ട് മഹാനുഭാവൻ പറഞ്ഞു കൊടുക്കുകയാണ്, വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. പാപികളായ മനുഷ്യന്മാർക്ക്, ദോഷികളായ മനുഷ്യന്മാർക്ക് അല്ലാഹു അവൻ്റെ നൂറ് നൽകുന്നതല്ല, അല്ലാഹു അവൻ്റെ പ്രകാശം നൽകുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വെണ്മയും അവൻ്റെ നൂറും അവൻ്റെ പ്രകാശവും പാപികളായ മനുഷ്യന്മാർക്ക് നൽകുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അല്ലെങ്കിൽ വക്കി എന്നവർ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാമിനെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ശിഷ്യ, 7-ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ നിനക്ക് സാധിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം, അന്ന് നിന്റെ മനസ്സ് വളരെ നൈർമല്യമുള്ളതായിരുന്നു, അന്ന് നിന്റെ മനസ്സ് വളരെ നിഷ്കളങ്കമായിരുന്നു. 9-ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത എന്ന ഹദീസിൻ്റെ ഗ്രന്ഥം മനഃപ്പാഠമാക്കാൻ നിനക്ക് സാധിക്കാനുള്ള കാരണം, അന്നും നിന്റെ മനസ്സ് വളരെ നൈർമല്യമുള്ളതായിരുന്നു. യൗവന കാലഘട്ടത്തിലേക്ക് നീ അങ്ങ് കടന്നപ്പോൾ, യുവത്വത്തിലേക്ക് നീ അങ്ങ് പ്രവേശിച്ചപ്പോൾ മനസ്സിലേക്ക് പലവിധ ചിന്തകളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് ശുദ്ധീകരിക്കാതെ റബ്ബിൻ്റെ നൂറായ ഇൽമ് നിനക്ക് ലഭിക്കില്ല എന്ന് അഷ്റഫുൽ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ബഹുമാനപ്പെട്ട വക്കി എന്നവർ ഉപദേശം നടത്തുന്നുവെങ്കിൽ ഏറെ നമ്മൾ ചിന്തിക്കണം, എവിടെ നിന്നാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ ദീന് പഠിപ്പിക്കുന്നത്? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്നും ഗുരുവര്യരിൽ നിന്നുമല്ലാതെ കാണുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ, കാണുന്ന ഏതെങ്കിലും ബുക്ക് സ്റ്റാളുകളിൽ നിന്നോ, ബസ് സ്റ്റാൻഡിൽ വിൽക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ്റെ കടയിൽ നിന്ന് ലഭ്യമാകുന്ന മലയാളത്തിലുള്ള കൈഫിയത്തു സ്വലാത്ത് വായിച്ചതുകൊണ്ടോ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നൂറായ ഇൽമ് നമ്മുടെ മക്കൾക്കോ നമ്മൾക്കോ ലഭിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നടന്നു പോകണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക്. ആരാണ് നിന്റെ ഉസ്താദ് എന്ന് ചോദിച്ചാൽ അഭിവന്യരായ പി മുഹമ്മദ് ഫൈലിയാണ്. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആരാണ്? ശൈഖുനാ ശംസുൽ ഉലമയാണ്. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആരാണ്? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ്. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആരാണെന്ന് ചോദിച്ചാൽ അഷ്റഫുൽ ഖൽഖിലേക്ക് സനദ് മുട്ടുന്നൊരു പരമ്പര പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന വിദ്യാർത്ഥികളായി, പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന മുതഅല്ലിമീങ്ങളായി നമുക്ക് മാറാൻ സാധിച്ചുവെങ്കിൽ, അത്തരത്തിലുള്ള ആലിമീങ്ങളിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും പരിശുദ്ധ ദീന് പകരാൻ സാധിച്ചാലല്ലാതെ കേവലം ചില വായനകളും കേവലം ചില എഴുത്തുകളും അതാണ് പരിശുദ്ധ ദീനിന്റെ ഇൽമെന്ന് തെറ്റിദ്ധരിക്കല്ല എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ മുസ്ലിമത്തെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ല, മുഖ്യ പ്രഭാഷകൻ ഞാനാകൂ. ഉദ്ഘാടനം ആവട്ടെ. അത് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവൂലേ, ഇപ്പോൾ വരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ബന്ധിരായ ഉസ്താദ് അവർക്ക് നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖിദ്മയിലായി മുന്നോട്ട് പോകാൻ അള്ളാഹു ഏറെ തൗഫീഖും ഏറെ അനുഗ്രഹവും അള്ളാഹു ചൊരിയുമാറാവട്ടെ. ആരൊക്കെ പ്രതിസന്ധി തീർക്കുന്നുണ്ടോ, ആരൊക്കെ ഹസദ് കൊണ്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ, എല്ലാം അള്ളാഹു ബാത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു വിശുദ്ധ ദീനി ദഅവ പ്രവർത്തന മേഖലകളിൽ പ്രോജ്വലിച്ച് മുന്നേറാൻ മഹാനുഭാവനും നാളെ നമ്മോട് സംസാരിക്കുന്നത് ഉസ്താദ് നൗഷാദ് ബഖവിയാണ്. നമുക്കറിയാം, ജീവിതത്തിലൊരു വലിയ പ്രതിസന്ധി, സ്വന്തം മകൻ്റെ ജനാസ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സ്വന്തം മകൻ മരണപ്പെടുന്ന സമയത്ത് ജനാസയുടെ സമീപത്തോ ആ പരിസരത്തോ ഇല്ലാതെ വിശുദ്ധമായ ഹറമിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ഒരു ഭാര്യയും ഒരു ഭർത്താവും തൻ്റെ മകൻ്റെ മരണവാർത്ത അറിയുന്ന ദാരുണമായൊരു ദുരന്തം കെട്ടറിയാൻ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായൊരു പരീക്ഷണം നൽകിയ മനുഷ്യൻ, അല്ലെങ്കിൽ ആ പണ്ഡിത വരേണ്യൻ ഇൻഷാ അല്ലാഹ് നാളെ ആ സംഭവ വികാസങ്ങൾക്ക് ശേഷം ആദ്യമായി നമ്മുടെ പ്രദേശത്ത് എത്തിച്ചേരുകയാണ്. നാളെ ഈ ഗ്രൗണ്ട് മതിയാകില്ല എന്ന് ഇപ്പോൾ തന്നെ ഈ സദസ്സ് ഇതിൻ്റെ സംഘാടകരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വേണ്ട സംവിധാനങ്ങൾ
ഇതെല്ലാം മനസ്സിലാക്കി അനുയോജ്യമായ വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങൾ നാളത്തേക്ക് നമ്മൾ സംവിധാനിക്കുമെന്ന് സംഘാടകർക്ക് വേണ്ടി നിങ്ങൾ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പ്രൗഢമായ ഒരു ജനാവലിയായിരിക്കും നാളെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടുക. അതുകൊണ്ട് തന്നെ ഉസ്താദ് നൗഷാദ് ബാക്കവി വളരെ നേരത്തെ എത്തിച്ചേരുമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് അദ്ദേഹം ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് കുറ്റാടുള്ളിലേക്ക് നമ്മൾ ക്ഷണിച്ച സമയത്ത് ഉസ്താദ് പി മുഹമ്മദ് ഫൈലിയുമായിട്ടുള്ള ബന്ധം കാരണം നേരത്തെ ബദരിയ ശരീഅത്ത് കോളേജിന് വേണ്ടി ഇതേ ഗ്രൗണ്ടിൽ ഒരു വട്ടം വന്നതിൻ്റെ ഓർമ്മ പുതുക്കലും എല്ലാമായി നാളെ ഇൻഷാ അല്ലാഹ് നൗഷാദ് ബാക്കവി നമ്മോട് സംസാരിക്കുകയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ദീനി ദഅ്വാ മേഖലയിൽ ഒരുപാട് കാലം പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നാലും ഈമാൻ നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ പതറാതെ, പരീക്ഷണങ്ങളിൽ അടിതെറ്റാതെ മുന്നോട്ട് പോകാൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഇങ്ങനത്തെ ഒരുപാട് പ്രഭാഷകരാണ് വർത്തമാനകാലത്ത് ഈ ദീനിൻ്റെ ചൈതന്യം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥാപനങ്ങളുടെ എല്ലാവിധ സഹായത്തിനും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ പ്രോജ്വലരായ ഒരുപാട് പ്രഭാഷകരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ദീനി ഖിദ്മയിലായി, അള്ളാഹുവിൻ്റെ ദീനി ദഅ്വാ പ്രവർത്തനങ്ങളിലായി സേവനം ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലവും, അതോടൊപ്പം ദീനി ദഅ്വാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും എന്താണെങ്കിലും അതെല്ലാം തീർത്തു കൊടുത്തുകൊണ്ട് ഈ ദഅ്വാ മേഖലയിൽ മുന്നേറുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നതോടൊപ്പം നാളെ ഈ സദസ്സും വേദിയും മതിയാകാത്തത് കാരണം ഇനിയും ഒരുപാട് സംവിധാനങ്ങളും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും ദൃശ്യാവിഷ്കാരങ്ങളടക്കം പുറഭാഗത്തേക്ക് നമ്മൾ നീട്ടേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കേന്ദ്രീകരിക്കേണ്ടി വരും എന്ന് ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉസ്താദ് നൗഷാദ് ബാക്കവി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളിപ്പോൾ നോക്കിക്കാണുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നേരിട്ട് നോക്കിക്കണ്ട് ആസ്വദിക്കണമെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ വരികയും ഇടം പിടിക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് സാന്ദർഭികമായി ഈ സദസ്സിനോട് പങ്കുവെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഷാജഹാൻ റഹ്മാനി ഉസ്താദ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരും. അതുവരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. സഹോദരിമാരോടൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരായ ആളുകളോടും ഈ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും ഉണർത്താനുള്ളത്, ബദരിയ ശരീഅത്ത് കോളേജ് അൽഹംദുലില്ലാഹ് 180-ൽ പരം മുതഅല്ലിമീങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. 10-ൽ പരം അധ്യാപകരാണ്, ഉസ്താദുമാരാണ് അവിടെ നമ്മുടെ കുട്ടികൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ഭീമമായ സാമ്പത്തിക ബാധ്യത ഓരോ മാസങ്ങളിലും നമ്മുടെ സ്ഥാപനത്തിനുണ്ട്. അള്ളാഹു ഔദാര്യവാനും അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്തുന്നവനുമായതുകൊണ്ട് ഇത്തരത്തിലുള്ള ദീനി സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്കൊരു പ്രയാസവുമില്ല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അൽഹംദുലില്ലാഹ് ഓരോ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് വേണ്ട പുതുമകളും വേണ്ട വ്യത്യാസങ്ങളും അല്ലെങ്കിൽ വേണ്ട പുരോഗതികളും നമ്മൾ കൊണ്ടുവരുമ്പോൾ എക്കാലഘട്ടങ്ങളിലും ഈ പ്രദേശത്തെ മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ആ സംരംഭങ്ങളുമായി സഹകരിക്കാറുണ്ട്. ഉദാരമായിട്ട്, അതുപോലെ തന്നെ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ നിങ്ങൾ സഹകരിക്കാറുണ്ട്. ആ സഹകരണങ്ങളും സഹായങ്ങളും തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്താനും, അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉപ്പയുടെ ആണ്ട് വരുമ്പോൾ, നമ്മുടെ ഉമ്മയുടെ ആണ്ട് വരുമ്പോൾ, നമ്മുടെ മകൻ്റെ ആണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ ആണ്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായൊരു പ്രവർത്തനം 150ഓളം മുതഅല്ലിമീങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് 1-2 ചാക്കരിയോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമോ നിങ്ങൾ സംഭാവന ചെയ്ത് ഈ 150 അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യത്തിലേക്കും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ ജീവിതത്തിലേക്കും എത്താൻ സഹായകമാകുന്ന രീതിയിൽ എല്ലാ ഈ ഒരുമിച്ച് കൂടിയ പുരുഷാരവും ഈ ഒരുമിച്ച് കൂടിയ സ്ത്രീ സമൂഹവും ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഗതികൾ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി ബദരിയ ശരീഅത്ത് കോളേജിലെ നമ്മുടെ മക്കൾക്കും ലഭ്യമാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങളുടെ മനസ്സിലെപ്പോഴും നമ്മുടെ ഈ ശരീഅത്ത് കോളേജ് ഉണ്ടായിരിക്കണം, നമ്മുടെ ബദരിയ ശരീഅത്ത് കോളേജിൻ്റെ കുട്ടികളെക്കുറിച്ചുള്ള ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അവിടുത്തെ ഉസ്താദുമാരെക്കുറിച്ചും അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളെക്കുറിച്ചും പ്രത്യേകിച്ച് ബദരീങ്ങളുടെ നാമധേയത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു നഗരിയാണ്. ബദരീങ്ങളുടെ നാമധേയത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പള്ളിയാണ്. ബദരീങ്ങളുടെ നാമധേയത്തിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മനോഹരമായ നമ്മുടെ ശരീഅത്ത് കോളേജാണ്. ആ ബദരീങ്ങളുടെ പ്രത്യേകമായ സഹായം നമുക്കറിയാം. മരണപ്പെടുന്ന സമയം ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ സങ്കീർണമായ സമയം അവൻ്റെ മരണസമയമാണ്. പൂർവീകരായ മുഴുവൻ മഹത്തുക്കളും അഭിമന്യരായ ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ചടക്കം ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിച്ച സമയത്ത് ദിവസവും അസ്ഹാബുൽ ബദരീങ്ങളുടെ അസ്മാ പാരായണം ചെയ്യുന്നവരായിരുന്നു.
ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം അസ്മാ പാരായണം ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് പാരായണം ചെയ്ത് കഴിയുന്നത് വരെ അദ്ദേഹം കാറിൽ നിന്നിറങ്ങാതെ അവിടെ തന്നെ ഇരിക്കാറായിരുന്നു എന്ന രീതിയിൽ മുഴുവൻ മഹത്തുക്കളും ഈമാൻ സലാമത്തായി മരിക്കാനുള്ള കാരണം ബഹുമാനപ്പെട്ട സ്വഹാബുൽ ബദരീങ്ങളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകരും ഏറെ ഇഷ്ടപ്പെട്ടവരും നിങ്ങൾ ബദരീങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് എന്ന് അവരുടെ അപദാനങ്ങൾ വാഴ്ത്തി പറഞ്ഞ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തി പറയാൻ സ്വഹാബത്ത് ആളുകളോട് അല്ലെങ്കിൽ തങ്ങളുടെ മക്കളോട് ആജ്ഞാപിച്ചപ്പോൾ അരുത്, പാടില്ല, അവർ ബദരീങ്ങളെ കുറിച്ച് പറയട്ടെ, അവർ ദീനിന്റെ ധ്വജവാഹകരാണ്, അവരാണ് ദീനിന്റെ ശില്പികൾ, അവരാണ് ദീനിനെ നിലനിർത്തിയത്. അവർ അന്ന് ബദറിൽ പോരാടിയിട്ടില്ലെങ്കിൽ തലേന്നത്തെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവേ, ഇത് പാവപ്പെട്ട സ്വഹാബത്താണ്, കയ്യിൽ ആയുധങ്ങളില്ല, കാലിൽ ചെരുപ്പുകളില്ല, അല്ലെങ്കിൽ ശരീരത്തിൽ അങ്കികളില്ല, ശത്രുക്കളുടെ അക്രമങ്ങൾ തടുക്കാൻ പറ്റുന്ന ഒന്നും തന്നെ കൈകളിലില്ല, അവരുടെ കയ്യിൽ ഈമാൻ മാത്രമാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ വീണുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി, അള്ളാഹുവേ, ഈ പാവപ്പെട്ടൻ്റെ സഹാബത്തിനെ ബദരീങ്ങളെ നീ സഹായിക്കണം. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന നിമിത്തം സഹായം ലഭ്യമായ ബഹുമാനപ്പെട്ട സ്വഹാബുൽ ബദർ ആ ബദരീങ്ങളുടെ നാമധേയത്തിൽ മരണാസന്നനായി കിടക്കുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് ബദരീങ്ങളെ ഓർക്കുന്നവനും ബദരീങ്ങളെ സഹായിക്കുന്നവനുമാണെങ്കിൽ അവരുടെ സമീപത്തേക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുമതി പ്രകാരം ബദരീങ്ങൾ കടന്നു വരികയും പിശാചിലിന്റെ ശർറിൽ നിന്നും മരണാസന്നമായി കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ദൗത്യം അസ്ഹാബുൽ ബദരീങ്ങൾ ഏറ്റെടുക്കുമെന്നും പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ അത്തരം ഒരു ഘട്ടം നമുക്ക് സംജാതമാകുമ്പോൾ നമ്മൾ ബദരിയയുടെ സേവകരായി, ബദരിയയുടെ സഹായകരായി, ബദരിയ ശരീഅത്ത് കോളേജിന്റെ ഒരു സഹായിയായി വർത്തിക്കുമ്പോൾ അവരുടെ പ്രത്യേകമായ സഹായം നമുക്ക് ലഭിക്കുമെന്നും എൻ്റെ പ്രിയപ്പെട്ട ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മനസ്സിലാക്കി, ഏതേത് സന്ദർഭത്തിലും നിങ്ങളുടെ മനസ്സിൽ മറ്റൊരുപാട് സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും ബദരീങ്ങളുടെ പേരിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലക്ക് നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കണമെന്നും സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, കാലങ്ങളായി നമ്മുടെ നഗരിയിൽ വെച്ച്, ബദരിയ നഗരിയിൽ വെച്ച്, ഈ നഗരിയല്ല ഉദ്ദേശിച്ചത്, ബദരിയ നഗരിയിൽ വെച്ചുകൊണ്ട് നടന്നു വരുന്ന ദുആ സമ്മേളനം നമുക്കറിയാം. കാലങ്ങളായി, ഒരുപാട് കാലങ്ങളായി 50 വർഷം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ ആ ദുആ സമ്മേളനം മുന്നോട്ട് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ ദുആയുടെ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് ഉത്തരങ്ങൾ ലഭിച്ച അവസ്ഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളെപ്പോഴും അതിൻ്റെ സഹായകരും അതിൻ്റെ സഹകാരികളുമാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അടുത്ത കാലത്തായി നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു വിഷമം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ സുഹൃത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. പെട്ടെന്നൊരു അപകടത്തിൽപ്പെട്ടുകൊണ്ട് നിങ്ങളെ കരഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ 2 മുത്തഅല്ലിമീങ്ങൾ ഉസ്താദുമാരുടെ സമ്മതപ്രകാരം ഇത് യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അവധി എത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രീതിയിൽ മനുഷ്യനെ മരണം പിടികൂടും. പക്ഷേ മുത്തഅല്ലിമായി നിൽക്കെ ഉസ്താദുമാരുടെ സമ്മതത്തോടെയുള്ള ഒരു യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഫത്താഹിനെ അള്ളാഹു അവൻ്റെ സവിധത്തിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. യൗവനം തുളുമ്പി നിൽക്കുന്ന 17 വയസ്സ് മാത്രം പ്രായമുള്ളതായി നിൽക്കുന്ന ഒരു സമയത്ത് റബ്ബിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭത്തിൽ അങ്ങ് തിരിച്ചു നടക്കുകയായിരുന്നു. അള്ളാഹു ഇപ്പോൾ നമ്മൾ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന സർവ്വ ഗുണങ്ങളുടെയും സർവ്വ നന്മകളുടെയും ഗുണത്തെ അള്ളാഹു ആ സുഹൃത്തിൻ്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഖബർ അള്ളാഹു സ്വർഗമാക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു പകരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ടൊരു അറിയിപ്പ്, ബദരിയ ശരീഅത്ത് കോളേജ് കലണ്ടർ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ കലണ്ടർ അത് ഇവിടെ ലഭ്യമാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥി സംഘടന പുറത്തിറക്കിയ സുഹൃത സരണി എന്ന ഒരു ഇസ്ലാമിക ഗാനത്തിൻ്റെ CD-യും രണ്ടും നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും സ്ഥാപനത്തിൻ്റെ കമ്മിറ്റിയും പുറത്തിറക്കിയതാണ്. അത് രണ്ടും ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആവശ്യമുള്ള ആളുകളൊക്കെ ഏറെക്കുറെ എല്ലാവരും അത് കരസ്ഥമാക്കണം, അതൊന്ന് വാങ്ങിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രയും സമയം വളരെ ക്ഷമാപൂർവം ഈ വിനീതനെ വീക്ഷിക്കുകയും ഈ വിനീതനെ ശ്രവിക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് 1000 നന്മകളും നന്ദികളും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിന് വിരാമമിടുന്നു. നിങ്ങളുടെ ദുആയിൽ ഈ വിനീതനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ,
ഔദ്യോഗികമായി നമ്മുടെ മതപ്രഭാഷണ വേദി സമാരംഭം കുറിക്കുകയാണ്. പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഈ സദസ്സിന് ആരംഭം കുറിക്കുന്നത്. ഇലാ ഹളറത്ത് റൂഹി നബീന വ സയ്യിദിന